ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ഉം 10ഉം ശ്ലോകങ്ങളാണ്. ശ്രീമന് നാരായണീയം ദശകം 77. ഉപശ്ലോകോത്പത്തി ജരാസന്ധയുദ്ധം മുചുകുന്ദമോക്ഷം. ശ്ലോകം 9. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരോധയവനം യവനത്രികോട്യാ ത്വഷ്ട്രാവിഥാപ്യ പുരമാശു പയോധി മധ്യേ തത്രാഥയോഗബലതസ്വജനാനനൈഷീ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരോധ യവനം യവനത്രികോട്യ ത്വഷ്ട്രാ വിഥാപ്യ പുരമാശു പയോധി മധ്യേ തത്രാഥ യോഗബലത സ്വജനാൻ അനൈഷീ. അർത്ഥം: അഥ അനന്തരം അസ്യ ഇവൻ്റെ അഷ്ടാദശേ 18ാമത്തെ സമരേ യുദ്ധം സമുപേയുഷി വന്നെടുത്തപ്പോൾ ത്വം അങ്ങ് പുര മുമ്പിൽ യവനത്രികോട്യ 3 കോടി വരുന്ന യവനന്മാരോടു കൂടിയ യവനം യവനരാജാവിനെ ദൃഷ്ട്വ കണ്ടിട്ട് ആശു വേഗം ത്വഷ്ട്ര വിശ്വകർമ്മനെ കൊണ്ട് പുരം പുരത്തെ പയോധി മധ്യേ സമുദ്രമധ്യത്തിൽ വിഥാപ്യ നിർമ്മിച്ചിട്ട് അഥ അനന്തരം തത്ര അവിടെയും സ്വജനാൻ സ്വന്തം ആളുകളെ യോഗബലത യോഗശക്തി കൊണ്ട് അനൈഷീ നയിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളും അതേപോലെ എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. അഷ്ടാദശേ അസ്യ ചേർത്തിട്ട് അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുര അഥ പുരോധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. യവനം യവനത്രികോട്യ ത്വഷ്ട്രാ ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വഷ്ട്രാ വിഥാപ്യ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പുരം ആശു പുരമാശു പയോധി മധ്യേ ധി എന്നുള്ള അക്ഷരം അതേപോലെ മധ്യേ എന്നുള്ളതിൻ്റെ ധേന്നും നന്നായിട്ട് ഊന്നി പറയണം. തത്രാഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തത്ര അഥ തത്രാഥ യോഗബലത സ്വജനാൻ അനൈഷീ. അവിടെ ലാസ്റ്റിൽ വിസർഗം. യോഗബലത എന്ന് കഴിഞ്ഞിട്ട് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സ്വ എന്ന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. യോഗബലത സ്വജനാനനൈഷീ. ജനാൻ അനൈഷീ അത് ചേർത്തിട്ടാണ് ജനാനനൈഷീ. ലാസ്റ്റിൽ നീട്ടിയിട്ട് വിസർഗം. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷി ത്വം ദൃഷ്ട്വാ പുരോധയവനം യവനത്രികോട്യ ത്വഷ്ട്രാ വിഥാപ്യ പുരമാശു പയോധി മധ്യേ തത്രാഥയോഗബലതസ്വജനാനനൈഷീ. അടുത്തത് 10ാമത്തെ ശ്ലോകം. പദ്ഭ്യാം ത്വം പദ്മമാലീ ചകിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വധ സുകൃതവിഹീനേന ശൈലേന്യലൈഷീ. സുപ്തേനാം ക്രിയാഹതേന ദ്രുതമഥ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്തേ സുലളിതവപുഷാ തസ്ഥിഷേ ഭക്തിഭാജേ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും അതുപോലെ എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. പദ്ഭ്യാം ത്വം
പത്മമാലീ ചകിത ഇവ പുരാത് നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വധ സുകൃതവിഹീനേന ശൈലേ ന്യലൈഷീ സുപ്തേനാഘ്ര്യാഹതേന ദ്രുതമഥ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്തഃ സുലളിത വപുഷാ തസ്ഥിഷേ ഭക്തിഭാജേ. അർത്ഥം: പത്മമാലീ താമരമാലയണിഞ്ഞിരിക്കുന്ന ത്വം അങ്ങ്, ചകിത ഇവ ഭയന്നവനെന്ന പോലെ, പുരാത് പദ്ഭ്യാം നഗരത്തിൽ നിന്നും പാദങ്ങളാൽ തന്നെ, നിർഗത പുറത്തു വന്നവനും, ധാവമാന ഓടുന്നവനും, വധസുകൃതവിഹീനേന അങ്ങയുടെ കൈകൊണ്ട് വധിക്കുന്നതിനു വേണ്ട പുണ്യം ചെയ്യാത്ത, മ്ലേച്ഛേശേന മ്ലേച്ഛരാജാവിനാൽ, അനുയാത അനുഗമിക്കുന്നവനുമായി, ശൈലേ പർവ്വതത്തിൽ, ന്യലൈഷീ ഒളിഞ്ഞിരുന്നു, അഥ അനന്തരം, സുപ്തേന ഉറങ്ങിക്കിടന്നവനും, അംഘ്ര്യാഹതേന കാലുകൊണ്ട് ചവിട്ടപ്പെട്ടവനുമായ, മുചുകുന്ദേന മുചുകുന്ദനെന്ന രാജാവിനാൽ, ദ്രുതം വേഗത്തിൽ, അസ്മിൻ ഇവൻ, ഭസ്മീകൃതേ ഭസ്മീകരിക്കപ്പെട്ടപ്പോൾ, ഗുഹാന്തേ ഗുഹയ്ക്കുള്ളിൽ, ഭക്തിഭാജേ ഭക്തനും ഭൂപായ രാജാവുമായ, അസ്മൈ ഇദ്ദേഹത്തെ, സുലളിതവപുഷ മനോഹരമായ ശരീരത്തോടുകൂടി, തസ്ഥിഷേ അങ്ങ് നിലകൊണ്ടു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നൊന്ന് നോക്കാം. പദ്ഭ്യാം, ഭ്യാം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വം പത്മമാലീ ചകിത ഇവ പുരാത് നിർഗതോ ധാവമാനോ. ധാ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പം പദ്ഭ്യാം ത്വം പത്മമാലീ ചകിത ഇവ പുരാന്നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേന അനുയാതോ. ചേർത്തിട്ട് മ്ലേച്ഛേശേനാനുയാതോ. ഛ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വധ സുകൃത വിഹീനേന. വധസുകൃത വിഹീനേന. വധ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ശൈലേ ന്യലൈഷീ നീട്ടിയിട്ട് വിസർഗം. സുപ്തേനാംഘ്ര്യാഹതേന. സുപ്തേന അംഘ്ര്യാഹതേന അത് ചേർത്തിട്ടാണ് സുപ്തേനാഘ്ര്യാഹതേന. ഘ്ര്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദ്രുതമഥ. ദ്രുതം അഥ ചേർത്തിട്ട് ദ്രുതമഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മുചുകുന്ദേന ഭസ്മീകൃതേ അസ്മിൻ ചേർത്തിട്ട് ഭസ്മീകൃതേസ്മിൻ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭൂപായ അസ്മൈ ചേർത്തിട്ട് ഭൂപായാസ്മൈ. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗുഹാന്തേ സുലളിതവപുഷാ തസ്ഥിഷേ. സുലളിതവപുഷാ തസ്ഥിഷേ. സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്തിഭാജേ. ഭക്തി ഭ എന്നുള്ള അക്ഷരം അതേപോലെ ഭാജേ എന്നുള്ളതിൻ്റെ ഭാന്നും നന്നായിട്ട് ഊന്നി പറയണം. ക്തി എന്നുള്ളത് കാത്താന്നാണ്, ഒട്ട് മൂന്നണ്ട. ഭക്തിഭാജേ. പദ്ഭ്യാം ത്വം പദ്മമാലീ ചകിത ഇവ പുരാന്നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വധസുകൃതവിഹീനേന ശൈലേന്യലൈഷീ. സുപ്തേനാഘ്ര്യാഹതേന ദ്രുതമഥ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്തേ സുലളിതവപുഷാ തസ്ഥിഷേ ഭക്തിഭാജേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.